അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ചർച്ചാ വിഷയം വൃദ്ധന്മാരുടെയും രോഗികളുടെയും നോമ്പ്. വ്രതമെടുക്കാൻ കഴിയാത്ത വൃദ്ധരും സുഖമാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗിയും നോമ്പനുഷ്ഠിക്കേണ്ടതില്ല. പകരം ഒരു നോമ്പിന് 800 മില്ലിഗ്രാം ഭക്ഷ്യധാന്യം ദാനം ചെയ്യണം. ദാനം ചെയ്ത ശേഷം അപ്രതീക്ഷിതമായി രോഗം സുഖപ്പെട്ടാലും ആ നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല. ഈ നോമ്പെടുത്താൽ രോഗം സുഖപ്പെടാൻ താമസിക്കുമെന്നോ അംഗവൈകല്യം സംഭവിക്കുമെന്നോ അത് മരണത്തിന് കാരണമാകുമെന്നോ വിദഗ്ധനായ ഡോക്ടർ വിധിയെഴുതിയ രോഗി നോമ്പ് നോൽക്കാൻ പാടില്ല. സാധാരണ രോഗിക്കും ബുദ്ധിമുട്ടാണെങ്കിൽ നോമ്പ് ഉപേക്ഷിക്കാം. ഒരു രോഗിക്ക് പ്രഭാതത്തിന് മുമ്പ് രോഗം സുഖപ്പെട്ടാൽ നോമ്പ് മുറിക്കാം. ഇങ്ങനെ മുറിക്കുമ്പോൾ രോഗം കാരണം അനിവാര്യമായതുകൊണ്ടാണ് നോമ്പ് മുറിക്കുന്നതെന്ന് പ്രത്യേകം കരുതണം. സാധാരണ സുഖപ്പെടാറുള്ള രോഗകാരണത്താലാണ് മുറിക്കുന്നതെങ്കിൽ ഖളാ വീട്ടുകയും വേണം. പരിഗണിക്കാവുന്ന രോഗം സുബ്ഹിക്ക് മുമ്പ് തന്നെയുണ്ടെങ്കിൽ നോമ്പിന് നിയ്യത്ത് ചെയ്യേണ്ടതില്ല. രോഗം കഠിനമായിട്ടില്ലെങ്കിൽ നിയ്യത്ത് ചെയ്ത് നോമ്പ് നോൽക്കണം. രോഗം പ്രയാസമായാൽ മുറിക്കാം. പ്രയാസപ്പെടുത്തുന്ന രോഗമുള്ളവർ നോമ്പെടുക്കൽ കുറ്റമാണ്. വാർദ്ധക്യം, മാറാവ്യാധി എന്നീ കാരണത്താൽ നോമ്പൊഴിവാക്കിയവർ ഓരോ ദിവസത്തിനുള്ള മുദ് അപ്പോൾ കൊടുത്തു വീട്ടുകയാണ് വേണ്ടത്. മുദ് മുൻകൂർ കൊടുക്കുന്നത് പരിഗണിക്കപ്പെടില്ല. ഒരു നോമ്പിൻ്റെ പേരിലുള്ള മുദ് നോമ്പിൻ്റെ തലേ ദിവസം മഗ്‌രിബ് മുതൽ കൊടുക്കാം. മുദ് കൊടുത്ത ശേഷം ആ നോമ്പ് എടുക്കാൻ കഴിഞ്ഞാൽ മുദ് തിരിച്ചു വാങ്ങാവുന്നതാണ്. വാർദ്ധക്യവും മാറാവ്യാധിയും മൂലം മുദ് നിർബന്ധമായവർ അത് നൽകുന്നത് കൊല്ലങ്ങളോളം നീട്ടിവെച്ചാലും താമസിച്ചതിൻ്റെ പേരിൽ അധികം നൽകേണ്ടതില്ല. ഇനി യാത്രയോ? 132 കിലോമീറ്റർ ദൂരത്തേക്ക് യാത്ര ചെയ്യുന്നവന് യാത്രക്കിടയിൽ നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. വഴിക്ക് എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായി 4 ദിവസം തങ്ങാൻ തീരുമാനിച്ചിടത്ത് നോമ്പെടുക്കേണ്ടതാണ്. യാത്ര ആരംഭിക്കുമ്പോൾ സുബ്ഹിക്ക് മുമ്പ് പുറപ്പെട്ടു നാടിൻ്റെ അതിർത്തി കടക്കണം. വ്രതമെടുത്ത് നേരം പുലർന്ന് യാത്ര തുടങ്ങിയാൽ ആ ദിവസത്തെ നോമ്പ് പൂർത്തിയാക്കണം. യാത്രയുടെ ആനുകൂല്യം ഇവിടെ ഇല്ല. വഴിക്ക് ക്ഷീണം മൂലം വല്ലാതെ പ്രയാസമായ രോഗമെന്ന ലേബലിൽ മുറിക്കാം. ഇനി ജോലിക്ക് പോകുന്നവർ നിയ്യത്ത് ചെയ്ത് നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. ജോലിക്കിടയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത ദാഹവും തളർച്ചയും ബുദ്ധിമുട്ടും അനുഭവപ്പെടുകയാണെങ്കിൽ നോമ്പ് മുറിക്കാം. ജോലിക്കിടയിൽ നോമ്പ് മുറിക്കേണ്ടി വരുമെന്ന് കരുതി നോമ്പെടുക്കാതിരിക്കരുത്. കഴിയുന്നത്ര നോമ്പെടുക്കുക. മുറിച്ചാൽ ഖളാ വീട്ടും വേണം കേട്ടോ. പിന്നെ ഉറക്കനിദ്ര. നോമ്പ് നോറ്റ് പകൽ സമയം മുഴുവൻ ഉറങ്ങുന്നത് കൊണ്ട് നോമ്പിന് കുഴപ്പമില്ല. നിസ്കാരം ഖളാ ആക്കരുത്. ഉറങ്ങാതിരുന്നാൽ തെറ്റു സംഭവിക്കുന്നവർക്ക് ഉറക്കവും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഉറങ്ങാതിരിക്കലുമാണ് ഉത്തമം. എങ്ങനെ? ഉറങ്ങാതിരുന്നാൽ തെറ്റു സംഭവിക്കുന്നവർക്ക് ഉറക്കം, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഉറങ്ങാതിരിക്കില്ല. അതാണ് ഏറ്റവും ഉത്തമമായ രീതി. ഇനി മുറിക്കാം. പക്ഷേ നോമ്പനുഷ്ഠിക്കൽ നിർബന്ധമില്ലാത്ത ഘട്ടത്തിൽ, ഉദാഹരണം രോഗിയായാൽ നിയ്യത്തെടുത്ത് നോമ്പനുഷ്ഠിച്ചാൽ പൂർത്തിയാക്കാതെ മുറിക്കാം. പക്ഷേ നോമ്പ് മുറിക്കും മുമ്പ് കാരണം നീങ്ങിയാൽ, അതായത് രോഗമോ യാത്രയോ അതൊക്കെ നീങ്ങിയാൽ മുറിക്കാൻ പാടില്ല എന്നതാണ് ഇതിൻ്റെ നിയമം. കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.